അപ്പോൾ എല്ലാ മെഡിറ്റേഷനുകളും ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും അതെല്ലാം അൾട്ടിമേറ്റ്ലി ആദ്യമൊക്കെ സവികൽപ്പ സമാധിയാണെങ്കിലും അവസാനം നിർവികൽപ്പ സമാധിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. അത് പെർമനൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു യോഗ അല്ലെങ്കിൽ യോഗി എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. എല്ലാ മെഡിറ്റേഷനും ഏത് വിധത്തിലുള്ള ഏത് ആചാര്യൻ്റെ ഏത് മെഡിറ്റേഷൻ ചെയ്താലും ഉണരുന്നത് നിങ്ങളുടെ കുണ്ടലിനി ശക്തി തന്നെയാണ്. അത് ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, അത് ഭാവാതീത ധ്യാനമാണെങ്കിലും റേക്കി മെഡിറ്റേഷൻ ആണെങ്കിലും ഏതാണെങ്കിലും കുണ്ടലിനി അല്പമായിട്ട് 1 കോടിയിൽ ഒരംശമെങ്കിലും ഉണരാൻ തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൈവികമായ ശക്തിവിശേഷങ്ങൾ ഡിവൈൻ പവേഴ്സ് കിട്ടുകയാണ്. അപ്പോഴാണ് നമ്മൾ ഒരു കൈ വയ്ക്കുമ്പോൾ തലവേദന മാറുന്നു, അല്ലെങ്കിൽ രോഗങ്ങൾ മാറുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, അതിനുള്ള ശക്തിവിശേഷങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങുന്നത്. ഇനി വീണ്ടും നമ്മുടെ പ്രധാന മുഖ്യധാരയിലേക്ക് തന്നെ വരാം. റേക്കി ചികിത്സയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റേക്കി ചികിത്സ ഒരു ആൾട്ടർനേറ്റ് ഹീലിംഗ് സിസ്റ്റമാണ്, ആൾട്ടർനേറ്റ് ചികിത്സാ സമ്പ്രദായമാണ്. മരുന്നുകൾ ഇതിന് ഉപയോഗിക്കുന്നില്ല. അതിന് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് എന്നോ ഹോളിസ്റ്റിക് ഹീലിംഗ് ചികിത്സാ സമ്പ്രദായം എന്നോ ഒക്കെ പറയാം. നമ്മൾക്കിപ്പോൾ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്. ആണെങ്കിൽ അലോപ്പതി ഉണ്ട് നമ്മുടെ മുന്നിൽ, അലോപ്പതി മരുന്ന്, ഇംഗ്ലീഷ് മരുന്നിൻ്റെ രീതികളുണ്ട്. ഹോമിയോപ്പതി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹോമിയോപ്പതിയെ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആയുർവേദമുണ്ട്, സിദ്ധവേദമുണ്ട്, യുനാനി ചികിത്സാ സമ്പ്രദായമുണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. അങ്ങനെ അനേകം നമുക്ക് ഒത്തിരി ചോയ്സുകളുണ്ട് നമ്മളുടെ മുന്നിൽ. അതിൽപ്പെട്ട ഒരെണ്ണമാണ് റേക്കി എന്ന് കൂട്ടിക്കോളൂ. അതും ഒരു ചോയ്സായിട്ട് കണക്കാക്കിക്കോളൂ. ഈ റേക്കിയിലേക്ക് എന്നെ പ്രത്യേകമായി റേക്കിലേക്ക് ആകർഷിക്കാണ്ടായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ധ്യാനമാർഗത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അനേകം ചോയ്സുകളുണ്ട്. മഹേഷ് യോഗിയുടെ ട്രാൻസെൻഡൽ മെഡിറ്റേഷനുണ്ട്, നമുക്ക് ശ്രീ രവിശങ്കറിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്, അതിലെ സുദർശന ക്രിയ മുതലായിട്ടുള്ള ധ്യാനമാർഗങ്ങളുണ്ട്. ബ്രഹ്മകുമാരിമാരുടെ രാജയോഗം, അതിൽപ്പെട്ട ധ്യാനമാർഗങ്ങൾ നമുക്കുണ്ട്. കോയമ്പത്തൂർ വെള്ളിയങ്കിരി മലകളിലുള്ള അവിടെ ആസ്ഥാനമായിട്ടുള്ള ഈശാ യോഗക്കാരുടെ ധ്യാനമുറകൾ നമ്മുടെ മുന്നിലുണ്ട്. പൊള്ളാച്ചിയിലെ വേദാദ്രി മഹർഷിയുടെ കായകൽപ്പ യോഗമുണ്ട്. അതുപോലെ അമേരിക്കയിലെ കാലിഫോർണിയയിലും ബീഹാറിലെ റാഞ്ചിയിലും ആസ്ഥാനമുള്ള പരമഹംസ യോഗാന്തയുടെ ക്രിയായോഗ നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ധ്യാനമാർഗത്തിൽ അല്ലെങ്കിൽ യോഗമാർഗത്തിലേക്ക് കടന്നാൽ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സാധനാമാർഗങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ യോഗശാസ്ത്രത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപഭേദങ്ങളാണ്. പതഞ്ജലി മുനി, യോഗശാസ്ത്രത്തിൻ്റെ ആചാര്യനായിട്ടുള്ള പതഞ്ജലി മുനി വിഭാവനം ചെയ്തിട്ടുള്ള യോഗ പദ്ധതിയുടെ വ്യത്യസ്ത മാർഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ദർശനങ്ങൾ, വ്യത്യസ്ത രീതികൾ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ യോഗമാർഗങ്ങളും. ഇതെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ നമ്മളെ നേരത്തെ പറഞ്ഞ പരിവേഷത്തിലേക്ക് അഥവാ സവികൽപ്പ സമാധിയിലേക്കും അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് അത് നമ്മളെ നിർവികൽപ്പ സമാധിയിലേക്കും നയിക്കാൻ കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാ യോഗമാർഗങ്ങളും തന്നെ പരിശീലിക്കുന്ന ആ ധ്യാനം അല്ലെങ്കിൽ ആ യോഗ പരിശീലിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന മാർഗങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ ആധ്യാത്മികമായിട്ട് വളരെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള യോഗാമാർഗങ്ങൾ തന്നെയാണ്. പക്ഷേ റേക്കിയിൽ എന്താണ് ഞാനൊരു പ്രത്യേകത, ഇതിനെല്ലാം പുറമെ ഇതിനൊക്കെ അഡീഷണൽ ആയിട്ട് റേക്കിയിൽ എന്താണ് ഒരു പ്രത്യേകത കണ്ടെന്ന് വെച്ചാൽ, റേക്കി പഠിച്ച ആൾക്ക് ഈ പറഞ്ഞ മറ്റ് യോഗമാർഗങ്ങളൊക്കെ ചെയ്താലുള്ള പോലെ മാനസികവും അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡിക്കും ഇമോഷണൽ ബോഡിക്കും മെൻ്റൽ ബോഡിക്കും സ്പിരിച്വൽ ബോഡിക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ വികാസങ്ങളും കിട്ടും. പ്ലസ് ഇൻ അഡീഷൻ ടു ദാറ്റ് റേക്കി പഠിച്ച ആൾക്ക്, റേക്കി ചാനലിന് അല്ലെങ്കിൽ റേക്കി മാസ്റ്റർക്ക് മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കാൻ, മറ്റുള്ളവർക്ക് രോഗങ്ങൾ വന്നാൽ അത് മാറ്റിക്കൊടുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മങ്ങൾക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കാൻ, മറ്റുള്ളവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാൻ, അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് കൂടെ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് റേക്കിയെ പ്രത്യേകമായി റേക്കിയിലേക്ക് ഒരു എനിക്ക് ആകർഷണം തോന്നാൻ കാരണമുണ്ടായത്. നമ്മൾ ഇപ്പോൾ റേക്കി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാൽ പറയുന്ന പരിഹാരങ്ങളിലെ മിക്കവാറും എല്ലാം റേക്കിയിൽ കൂടെ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. ഒരാൾക്ക് അസുഖം,
അല്ലെങ്കിൽ ഇപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പറയുന്ന പലതുണ്ട്. ശത്രുബാധ, അല്ലെങ്കിൽ ബിസിനസ് തടസ്സം, വിവാഹ തടസ്സം, പിന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഓർമ്മ ഇൻക്രീസ് ചെയ്യാൻ, മെമ്മറി പവർ കൂട്ടാൻ, ലേണിംഗ് എബിലിറ്റി കൂട്ടാൻ, അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ. ഇതിനെല്ലാം റേക്കിയിൽ, അതായത് റേക്കി പഠിക്കാതെ തന്നെ റേക്കി ചാനലിൻ്റെ മുന്നിൽ ഒരാൾ വരികയാണ്, ഒരു പേഷ്യൻ്റ് എന്ന് നമ്മൾ പറയാൻ പാടില്ല, ഒരു വ്യക്തി വരികയാണ്. അദ്ദേഹം നിത്യജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരുന്നത്. ഒന്നുമില്ല രോഗമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സങ്ങളായിരിക്കും. ഇത് മറ്റ് നമ്മളുടെ അഥർവത്തിലൊക്കെ പറയുന്ന രീതികൾ പ്രകാരം ചെയ്യുന്ന അതിന് തുല്യമായി തന്നെ റേക്കിയിലൂടെയും ഇതിനെല്ലാം നമുക്ക് പരിഹാരം ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും റേക്കി ഉപയോഗിക്കാൻ പറ്റും. ബാഹ്യമായിട്ട് അനേകം ഉപയോഗങ്ങളുണ്ട്. പൂന്തോട്ടത്തിലെ പൂച്ചെടികളെ നന്നായി വളർത്താൻ, നല്ല പൂക്കളുണ്ടാക്കാൻ, വിളകൾ കൂടുതൽ വിളയിക്കാനടക്കം റേക്കി കൊണ്ട് പറ്റും. ആ ഒരു ആസ്പെക്റ്റ്, ആപ്ലിക്കേഷൻസ്, ഈ സ്പിരിച്വൽ പവറിനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ, അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള അറിവാണ് റേക്കിയിലേക്ക് എന്നെ ആകർഷിച്ചത്. മാത്രമല്ല, ഈ റേക്കി ഉപയോഗിച്ച് നമുക്ക് സ്ട്രെസ് റിലീഫും ടെൻഷൻ മാനേജ്മെൻറ്റും പറ്റും. ഇന്നത്തെ ലോകത്തിൽ ലൈഫിൻ്റെ സ്പീഡ് കാരണം ഇപ്പോൾ പല പത്രങ്ങളിലങ്ങനെ കാണാം, അതിവേഗം ബഹുദൂരം എന്നുള്ളതാണല്ലോ നമ്മുടെ മുദ്രാവാക്യം. ആ സ്പീഡ്, ജീവിതത്തിൻ്റെ സ്പീഡ്, മോഡേൺ ലൈഫിൻ്റെ സ്പീഡ് കാരണം ടോപ്പ് ലെവലിലുള്ള എക്സിക്യൂട്ടീവ്സൊക്കെ പലപ്പോഴും ഹൈ ടെൻഷനിലും ഹൈ പ്രഷറിലൊക്കെ ആയിരിക്കും. ഈ ടെൻഷനും പ്രഷറും എല്ലാം നമുക്ക് റേക്കിയിൽ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും വരെ സാധിക്കും. തിരിച്ച് നമുക്ക് നോർമൽ ആയി ബിഹേവ് ചെയ്യാനും, അതുകൊണ്ട് തന്നെ ഫാക്ടറികളിലെയും സ്ഥാപനങ്ങളിലെല്ലാം പ്രൊഡക്ടിവിറ്റി വളരെ വളരെ കൂട്ടാനും ഉപയോഗപ്പെടും. അപ്പോൾ ഒരു വിദ്യ പഠിച്ചാൽ ആ വിദ്യ കൊണ്ട് നമുക്ക് മാത്രമല്ല, അവനവന് മാത്രമല്ല, മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു അറിവാണ് റേക്കിയിലേക്ക് എന്നെ പ്രധാനമായിട്ടും ആകർഷിച്ചത്. ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പഠിച്ചു തുടങ്ങുകയും, പക്ഷേ ആപ്ലിക്കേഷൻസിൽ അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പരമാവധി എൻ്റെ ഗുണം കിട്ടിക്കാണുകയും സ്വന്തം അനുഭവത്തിലൂടെ അനേകം ആൾക്കാർക്ക് പല വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനുകൾക്ക് ഹീലിംഗ് കൊടുത്തിട്ട് അത് നല്ലൊരു ശതമാനം, 80% കൂടുതലും ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും ഈ ആപ്ലിക്കേഷൻസ് 100% സക്സസ് ആവുകയും ചെയ്തപ്പോൾ ഞാൻ കൺവിൻസ്ഡായി, ഇത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഹീലിംഗ് സിസ്റ്റമാണ്, ഇത് കൊള്ളാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അതിൽ വീണ്ടും തുറന്ന് പഠിക്കുകയും റേക്കി മാസ്റ്റർ ആവുകയൊക്കെ ചെയ്തത്.